മുളപ്ര പാറോത്തുന്നി റോഡുകളെ ചെറുപുഴ മുതുവം മരാമത്ത് റോഡുമായി ബന്ധിപ്പിക്കുന്ന തിരുമേനി പുഴയിലെ മുളപ്ര ഭാഗത്ത് നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. കാലപ്പഴക്കത്തെ തുടർന്ന് ദുർബലമായിരുന്ന ചെക്കിടാം പൊളിച്ചു മാറ്റിയാണ് ആധുനിക രീതിയിൽ പാലം നിർമ്മിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയാണ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത്. ജില്ലാ പഞ്ചായത്ത് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രദേശവാസികളുടെ ഏറെക്കാലമായുള്ള ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. നമ്മുടെ ഈ പാലത്തിന്റെ വാർപ്പാണ് ഇന്ന് നടക്കുന്നത്. ഏതാണ്ട് 2-3 വർഷമായി പാലം ഗവൺമെന്റ് പാസ്സാക്കിയിട്ട് അതിന്റെ പ്രവൃത്തി തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒരൽപ്പം വൈകിപ്പോയി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് ഒരൽപ്പം പിന്നോട്ടേക്ക് പോയത്. അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും വന്നപ്പോൾ കുറെ കൂടി പിന്നോട്ടേക്ക് പോകുന്ന നിലയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പാലത്തിന്റെ പ്രവർത്തനം പൂർത്തിയാക്കാമായിരുന്നു. ഏതായാലും 1 കോടി ഉറുപ്പിയുടെ പദ്ധതിയാണ് ഗവൺമെന്റ് പാസ്സാക്കിയത്. അത് ടെൻഡർ എടുത്ത് നമ്മുടെ എല്ലാം സുപരിചിതനായ നമ്മുടെ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഷിജു ജോർജാണ് അതിന്റെ ടെൻഡർ എടുത്തത്. ഞങ്ങൾ വളരെ സൗഹൃദത്തോടു കൂടി തന്നെ അദ്ദേഹത്തോട് ഇത് പറഞ്ഞു, ഇങ്ങനെ എടുക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിക്കുകയും ടെൻഡർ എടുക്കുകയും ചെയ്തു. അതിന്റെ വർക്കും ഏതാണ്ട് ത്വരിതഗതിയിൽ തന്നെ പൂർത്തിയാക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചു വന്നത്. അതിന്റെ പ്രവർത്തനം ഇന്ന് ഇന്ന് വാർപ്പ് പൂർത്തിയാവും. തുടർന്ന് ഇതിന്റെ റോഡിന്റെ പ്രവൃത്തിയുണ്ട്. അപ്രോച്ച് റോഡ് വേണം. അപ്രോച്ച് റോഡും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കാര്യം അദ്ദേഹം ചെയ്യും. അതിനുശേഷമുള്ള ബാക്കി പണി പഞ്ചായത്ത് ഇടപെട്ടിട്ടാണ് ചെയ്തു തീർക്കേണ്ടത്. ഏതായാലും ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമാണ് ഈ പാലം. ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചപ്പാത്ത്, അതും ഇതുപോലെ ഞങ്ങൾ ജനകീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുറെ പൈസ ശേഖരിച്ച്, അന്ന് KM മാണിയായിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഫണ്ട് കൂടി അലോട്ട് ചെയ്തുകൊണ്ടാണ് അന്ന് ഈ പാലം, ഒരു ചെറിയ പാലം പൂർത്തിയാക്കിയത്. പക്ഷേ വെള്ളം വർദ്ധിച്ചു വരികയാണ്. ജനകീയ വെള്ളത്തിന്റെ കുത്തൊഴുക്കെല്ലാം ഉണ്ടാകുമ്പോൾ ആ പാലം ശാശ്വതമാകുന്നില്ല. അതുകൊണ്ടാണ് പുതിയ പാലത്തിന് വേണ്ടി നമ്മൾ ഇടപെടുകയും MLA ഇതിന് ആവശ്യമായ എല്ലാ ഇടപെടലുകളും സഹായങ്ങളും MLAയുടെ ഭാഗത്തു നിന്നും, അന്നുണ്ടായിരുന്ന MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നല്ല നിലയിൽ TI മസൂദൻ MLA ഇതിനു വേണ്ടി നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഗവൺമെന്റിന്റെ അടുക്ക വെക്കുകയും ഗവൺമെന്റ് ബഡ്ജറ്റിൽ 1 കോടി രൂപ വെക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ അനുമതി സംബന്ധിച്ച് ഭരണാനുമതി കാര്യങ്ങളെല്ലാമായി. പക്ഷെ ഇത് വൈകി വന്നത് പഞ്ചായത്ത് അന്ന് കള്ളാസ് അയച്ചപ്പോൾ എഞ്ചിനീയറുടെ ഭാഗത്ത് ഒരു ചെറിയ പെശക് വന്നു. ആ പെശകിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 1 വർഷം അധികം പോകേണ്ടി വന്നത്. അത് പിന്നീട് തിരുത്തിയിട്ടാണ് റെഡിയാക്കി ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെയാണ് ഈ പാലം പൂർത്തിയായത്. ഇനിയും നല്ല നിലയിൽ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഇതിന്റെ കോൺട്രാക്ടർക്കും ഉണ്ടായിട്ടുണ്ട്. എല്ലാം നല്ല നിലയിൽ തന്നെ നമുക്കിത് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും. ജനങ്ങൾക്ക് നല്ല ഈ റോഡിന്റെ കയറ്റം കുറഞ്ഞതോടുകൂടി വാഹനങ്ങൾക്കെല്ലാം യഥേഷ്ടം പോകാൻ വേണ്ടി പറ്റുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇതിന്റെ നിലവിലുണ്ടായിരുന്ന പാലത്തിന്റെ മേലെ നിന്ന് 2 മീറ്ററും 80 സെന്റിമീറ്ററും ഉയരത്തിലാണ് അന്ന് എഞ്ചിനീയർ വന്നപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. 280 എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അന്ന് ഒരു അതിശോക്തി ഉണ്ടായി, ഇത്രയും പൊക്കത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഏതാണ്ട് നിലവിൽ ഉള്ള റോഡിന്റെ നിലയിൽ തന്നെ ഈ റോഡ് പാലം പൊങ്ങി. അതുകൊണ്ട് തന്നെ ഗതാഗതം നല്ല സുഗമമായി പോകാൻ പറ്റുന്ന നിലയിൽ, അപകടമെല്ലാം ഒഴിവാക്കി പോകാൻ പറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. ചെക്കിടാം വഴിയായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ചെറുപുഴ ടൗണിലേക്കും സമീപത്തെ ആരാധനാലയങ്ങളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും യാത്ര ചെയ്തിരുന്നത്. എന്നാൽ മഴക്കാലത്ത് ചെക്കിടാം വെള്ളത്തിൽ മുങ്ങുന്നതിനാൽ യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പുതിയ പാലം നിർമ്മിക്കുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലഭിക്കും. MLA ആയിരുന്ന TI മധുസൂദനന്റെ ഇടപെടലാണ് പദ്ധതിക്ക് വേഗം കൂട്ടാൻ സഹായിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. തട്ടാപറമ്പിൽ ബിൽഡേഴ്സാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു നാടിന്റെ പ്രതീക്ഷാ നിർഭരമായ കാത്തിരിപ്പിന്റെ സബലീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രദേശത്ത് വമ്പിച്ചൊരു ജനാവലിയുടെ ദീർഘകാലത്തെ ആഗ്രഹം ഈ പാലം പണിയിലൂടെ പൂർത്തീകരിക്കുകയാണ്. നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവസാന ഘട്ടത്തിൽ ഈ പാലം പണി അംഗീകരിച്ച് നമ്മളെ പ്രിയങ്കരനായ ഷിജുവാണ് അതിന്റെ കോൺട്രാക്ട് എടുത്തത്. പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് തന്നെ തീരുവോ എന്ന് ഇപ്പോഴും ആശങ്കയുള്ള പലരും ഉണ്ടായിരുന്നു. പക്ഷെ ഭംഗിയായി പറഞ്ഞ കാലയളവിൽ ഈ പാലത്തിന്റെ പണി
പൂർത്തീകരിക്കുന്ന അവസാന നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പം നിൽക്കുന്നത്. അതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച് വമ്പിച്ച ജനാവലി അപ്പുറം ഇപ്പം കൂടിയിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് പായസം വെച്ചുകൊണ്ട് ജനങ്ങളെല്ലാവരും ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. ഈ വേളയിൽ ഈ ചടങ്ങിന് കൃത്യമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും നാടിനു വേണ്ടി അഭിവാദ്യം ചെയ്തു. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന മുഴുവൻ പേർക്കും ഹൃദയമായ അഭിനന്ദനങ്ങൾ. ബിജു. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലൻ വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗ് ഇനി ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി. നിങ്ങളുടെ വിശ്വസ്തത ഞങ്ങളുടെ